ഹലോ, പഴമയിലൊക്കെ ഒരു തിരിഞ്ഞു നോട്ടമാവാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. അപ്പോൾ ഇലയടയ്ക്ക് വേണ്ട വെള്ളം നമ്മൾ ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കണം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കപ്പ് തേങ്ങ നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണിത്: ചൂടുവെള്ളം, നല്ല വറുത്ത് അരിപ്പൊടി, ഒരു ചെറിയ കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ചൂടുവെള്ളവും റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ മിക്സിയിലിട്ട് കടക്കാം. നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടി, ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നല്ല മയപ്പെടുത്തി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമ്മൾ ആദ്യത്തെ ഉരുള ഒരു വാഴയിലേക്ക് ഇട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. കൈകൊണ്ട് തന്നെയാണ് പരത്തേണ്ടത്. കട്ടി അധികം വേണ്ട, കട്ടി കുറച്ച് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇലയട നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ചൂടായ പാനിലോട്ടിട്ട് വറുത്തെടുക്കാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചട്ടിയിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇപ്പോൾ എനിക്കിവിടെ ചട്ടിയില്ല, അതുകൊണ്ട് ഒരു പാനിലിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. രണ്ട് സൈഡിലും ഒരേ ഇല വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഇലയുടെ സ്വാദും കൂടി ഈ അടയ്ക്ക് കിട്ടും. ഈ അടയോടൊപ്പം തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. നല്ല രുചിയാണ്. പഴമയിലേക്കൊരു തിരിച്ചു പോക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിൽ ഈ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, share it. Thank you so much.